അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ ദിവസവും നമ്മൾ ഒരു 7 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതൽ വളരെ അത്യാവശ്യമാണ്. ആയത്തുൽ കുർസി അത് ഒരു ദിവസം 7 തവണയെങ്കിലും നമ്മൾ ഓതണം. ഏതൊക്കെ സമയത്ത് ഓതണം, ഓതിയാൽ കിട്ടുന്ന പ്രതിഫലമുണ്ട്, വിശദമായി ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുകയാണ്. ആയത്തുൽ കുർസി നമ്മൾ ഓതാറുണ്ട് അല്ലേ, പല സമയത്തും നമ്മൾ നിസ്കാരത്തിന് ശേഷമൊക്കെ ഓതാറുണ്ട്. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ 7 സമയത്ത് ആയത്തുൽ കുർസി ഓതിയിരിക്കണം. അത് വളരെ നല്ലതാണ് നമുക്ക് തന്നെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഏതൊക്കെ സമയമാണെന്ന് വിശദമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അതോടൊപ്പം തന്നെ അനവധി ഉമ്മമാർ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽപ്പെട്ട 2-3 ആളുകൾ ഒന്നിച്ച് ചോദിച്ചൊരു സംശയമാണ്, ഉസ്താദെ, ളുഹ്ർ നിസ്കാരം ഞങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് വൈകിപ്പോയി. 3:30-ക്കാണ് അസർ ബാങ്ക് വിളിക്കുന്നത്. ഞങ്ങൾ ഓടിപ്പിടച്ച് വന്ന് ഒളുവൊക്കെ എടുത്തപ്പോൾ 3:25 കഴിഞ്ഞ് 3:30 പോകുന്നു. ഏതായാലും നിസ്കാരം കിട്ടും എന്ന പ്രതീക്ഷയിൽ ളുഹറിന്റെ നിയത്ത് വെച്ച് കൈകെട്ടി അല്ലാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടി ഫാത്തിഹ ഓതി തീരുന്നതിന് മുമ്പേ അസർ ബാങ്ക് വിളിച്ചു. ഞങ്ങൾക്ക് ളുഹർ നിസ്കാരം കിട്ടിയോ, ഞങ്ങൾ കൈ അഴിക്കണോ, ഞങ്ങളുടെ നിസ്കാരം ഖളാ ആയോ, എന്താണ് ചെയ്യുക? അതോ ഇനി കൈ അഴിച്ചിട്ട് ബാങ്കിന് ഇജാബത്ത് കൊടുത്തിട്ട് പിന്നെയാണോ കൈകെട്ടി നിസ്കരിക്കേണ്ടത്? ഇങ്ങനെ ഒരുപാട് വസ്വാസിന്റെ സംശയങ്ങളുണ്ട്. അപ്പൊ എന്താണ്, വിശദമായി നമുക്ക് കേൾക്കാം. ആ സംശയത്തിനുള്ള മറുപടിയും അങ്ങനെ ഒരു സംശയം വരാതിരിക്കാനുള്ള നമ്മൾ ചെയ്യേണ്ട പോംവഴിയും വിശദമായി ക്ലാസിന്റെ അവസാനമുണ്ടേ, കേട്ടുനോക്കാൻ വിട്ടുപോകണ്ട. വെള്ളിയാഴ്ച ദിനത്തിന്റെ സുന്നത്തായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആണാവട്ടെ പെണ്ണാവട്ടെ കുളിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസത്തിന്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന നിയത്ത് വെക്കാൻ മറന്നു പോകരുത്. പിന്നെ അതുപോലെ തന്നെ നഖം വെട്ടാനുള്ളവരുണ്ടാകാം. അതുപോലെ തന്നെ പള്ളിയിലേക്ക് നേരത്തെ പോവുക പുരുഷന്മാർ. സ്ത്രീകളാവണമെങ്കിൽ നേരത്തെ തന്നെ ഒന്ന് ഒരുങ്ങുക. ഈ ജുമാക്ക് ബാങ്ക് വിളിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പുറത്ത് വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയോ ജുമാ സമയത്തുള്ള അലക്കലൊക്കെ പരമാവധി ഒഴിവാക്കി ആ ജുമായുടെ സമയത്ത് എന്ത് ചെയ്യുക, എല്ലാവരും ലോകത്തിലെ എല്ലാ മുഅ്മിനീങ്ങളും അല്ലെ, പുരുഷന്മാരൊക്കെ പള്ളിയിൽ ഇങ്ങനെ തടിച്ചു കൂടുന്ന സമയത്ത്, ജുമാക്ക് വേണ്ടി ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഉമ്മമാരെ പ്രത്യേകം നിങ്ങളും ഉളുവൊക്കെ എടുത്ത് ശുദ്ധിയായി വിശുദ്ധമായ ഖുർആൻ ഓതലും അതുപോലെ നിസ്കാരവും ഒക്കെ ആയിട്ട് ആ ഒരു ടൈമിൽ കഴിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഖൈറും സലാമത്തും ഒക്കെ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ആദ്യം ഒരു ചരിത്രം പറഞ്ഞുതരാം. അതായത് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നടന്ന ഒരു സംഭവമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ഏറ്റവും കൂടുതൽ ലോകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ മഹാനവറുകളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഈ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പരിശുദ്ധമായ റമദാനിൽ രാത്രിയിൽ ഈ സക്കാത്തിന്റെ വിഹിതം കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് കാവലിരിക്കുകയാണ്. അന്നത്തെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ആടുകൾ ഉണ്ടാകും, ഒട്ടകങ്ങൾ ഉണ്ടാകും, സക്കാത്തിന്റെ വിഹിതമായിട്ട് വരും. പിന്നെ ഒരുപാട് ധാന്യങ്ങൾ, ഈത്തപ്പഴം, അങ്ങനെ ഒരുപാട് സാധനങ്ങളെല്ലാം ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടി വെക്കുമെന്നാണ്. എന്നിട്ട് അതിനെ ആരെങ്കിലുമൊക്കെ കാവൽ നിൽക്കും. ആരും കള്ളന്മാരുടെ ശല്യമൊക്കെ ഉള്ള ഒരു സമയമായതുകൊണ്ട് അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെ അന്നത്തെ ദിവസം കാവൽ നിൽക്കുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ മഹാനവകൾ ഇങ്ങനെ കാവലിരിക്കുന്നു. പാതിരാത്രിയായപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ, അയാൾ ഇങ്ങനെ പതിയെ വന്നിട്ട് ഈ സക്കാത്തിന്റെ വിഹിതമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ, ആ ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ പതിയെ കൈയിട്ട് തൻ്റെ സഞ്ചിയിലേക്ക് ഓരോന്നായി ഇങ്ങനെ ഇട്ടിട്ട് അയാൾ ഇങ്ങനെ പതിയെ പോവാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഈ വൃദ്ധനായ ആളെ കാണുന്നത്. ചെന്ന് കയ്യിൽ പിടിച്ചു. ആരടാ നീ? മന്നൻച, നീ ആരാണ്? അപ്പോൾ പറഞ്ഞു, അന ഫഖീർ, ഞാനൊരു ദരിദ്രനാണ്, എനിക്ക് ആരുമില്ല, ഭയങ്കര വിശപ്പാണ്, ഒരുപാട് ദിവസങ്ങളായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കുറച്ച് ഭക്ഷണം ഇരിക്കുന്നത് കണ്ടു, അത് എനിക്ക് വിശപ്പ് കൊണ്ട് ഞാൻ എടുത്തു പോയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അബൂ ഹുറൈറ തങ്ങൾക്ക് ഒരു കരുണ തോന്നി. പഠിച്ചോനെ, ഒരു പാവം വൃദ്ധനായ മനുഷ്യനല്ലേ, അയാൾക്ക് വിശന്നിട്ടല്ലേ, ഇതിപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് തന്നെ കൊടുക്കാൻ വേണ്ടിയാണല്ലോ ഈ സക്കാത്തിന്റെ വിഹിതമൊക്കെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു, മഹാനായ അബൂ ഹുറൈറ തങ്ങൾ അയാൾക്ക് വേണ്ട ഭക്ഷണം കൊടുത്തിട്ട് ആ വൃദ്ധനായ ആൾ പോയി. അങ്ങനെ പിന്നെ 2-ാമത്തെ ദിവസം രാത്രിയായപ്പോൾ ഇതുപോലെ ഒരു വൃദ്ധനായ ആൾ വന്നു. ആ വൃദ്ധനായ മനുഷ്യൻ അയാൾ എന്ത് ചെയ്തു, ഇതുപോലെ തന്നെ ഭക്ഷണം ഇങ്ങനെ എടുക്കുന്നത് ആര് കണ്ടു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കണ്ടു. അബൂ ഹുറൈറ തങ്ങൾ അയാളെ കണ്ടിട്ട് തടഞ്ഞു. ഇതെന്താ ചെയ്യുന്നത്? സക്കാത്തിന്റെ വിഹിതം മോഷ്ടിക്കുകയാണോ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഇത് മോഷണമല്ലേ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായി, എനിക്ക് ആരും ഭക്ഷണം തരാനില്ല, ഇനി എനിക്ക് ഒരു അടി മുന്നോട്ട് വെക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഇവിടെ ഭക്ഷണമുണ്ടല്ലോ, ഇത് സക്കാത്തിന്റെ വിഹിതമല്ലേ, എനിക്കും അർഹതപ്പെട്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ വന്നെടുത്തത് എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ അബൂ ഹുറൈറ തങ്ങൾ ചോദിച്ചു, ശരിയാണല്ലോ. അപ്പൊ എന്ത് ചെയ്തു, മൂപ്പര് അയാളെ പറഞ്ഞു വിട്ടു.
അപ്പൊ ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഈ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു ഇനിയും വരും. അങ്ങനെ 3-ാമത്തെ ദിവസമായപ്പോൾ അയാൾ പിന്നെയും വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ അബൂ ഹുറൈറ തങ്ങൾ ഇനി നടക്കൂല, നീ ഇപ്പൊ 2 ദിവസമായി ഒന്നും കഴിക്കാനില്ല, വിശപ്പാണെന്നൊക്കെ പറഞ്ഞു വന്നു, ഇനി വിടൂല, ഇനി ഇത് മോഷ്ടിക്കാൻ പറ്റൂല, ഇത് എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഈ വന്ന വൃദ്ധനായ മനുഷ്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പറയുന്ന ഒരു കാര്യമുണ്ട്, ദഈനി, എന്നെ വിട്ടാൽ ഉഅല്ലിംക ബികലിമാത്തിൻ, ഞാൻ നിനക്കൊരു വാചകം പഠിപ്പിച്ചു തരാം. അതെന്താണ്? ആ വാചകം നിനക്ക് ദുനിയാവിലും ഉപകാരമായിരിക്കും, നാളെ ആഖിറത്തിലും ഉപകാരമായിരിക്കും. എന്നിട്ട് അയാൾ പറയുകയാണ്, ഇദാ അറത്ത ഇലാ ഫിറാഷിക, നീ വിരിപ്പിലേക്ക് പോയാൽ, ഉറങ്ങാൻ വേണ്ടി പോയാൽ, ഫഖറ, ഇത് ഓതുക, ഇത് ആയത്തുൽ കുർസിയാണ്. فإنك لن يزال عليك حافظ لا يقربنك شيطان حتى تصبح. എന്നിട്ട് ഈ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നു അബൂ ഹുറൈറ തങ്ങളോട്, ഉറങ്ങാൻ വേണ്ടി നീ പോകുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഈ വാചകങ്ങൾ നീ പറയണം. ഈ വാചകം നീ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയാകുന്നത് വരെ പിശാച് നിന്നെ തൊടൂല, പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവില്ല എന്ന് ഈ വന്ന വൃദ്ധനായ മനുഷ്യൻ അബൂ ഹുറൈറ തങ്ങളോട് പറയുകയാണ്. അപ്പൊ മഹാനവറുകൾക്ക് ഒരു പുതിയ അറിവാണല്ലോ, ഒരു നല്ലൊരു അറിവാണല്ലോ കിട്ടിയത് എന്ന് പറഞ്ഞ് ആ വൃദ്ധനായ ആളെ വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പിറ്റേന്ന് വന്നിട്ട് സംഭവമൊക്കെ പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, സ്വദ്ദഖ, അയാൾ പറഞ്ഞത് സത്യമാണ്, പക്ഷേ വഹുവ കദ്ബ്, അവൻ കള്ളനാണ്. അവൻ പറഞ്ഞ കാര്യം സത്യമാണ്, ശരിയാണ്. ആയത്തുൽ കുർസിയെ അതൊരു മനുഷ്യൻ ഓതിയാൽ ശൈത്വാന്റെ ഉപദ്രവത്തെ തൊട്ടുള്ള കാവലുണ്ടാകും, അത് ശരിയാണ്. പക്ഷെ ആ പറഞ്ഞവൻ ആരാണ്? അവൻ കള്ളനാണ്, അവൻ പിശാചായിരുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് സ്ഥിരമായി നമ്മൾ ഓതുന്ന ആയത്തുൽ കുർസി നമുക്കൊന്ന് ഓതിയാലോ? അതിന്റെ നേട്ടങ്ങൾ നമ്മൾ പല പ്രാവശ്യം പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന്റെ നേട്ടം എത്ര പറഞ്ഞാലും തീരില്ല. നമുക്കിപ്പോൾ അതിന്റെ നേട്ടം അറിയാം, എന്നിട്ടും നമ്മൾ എത്ര പേരാണ് ആയത്തുൽ കുർസി ഓതിയത്? ഒരു മനുഷ്യൻ ഒരു ദിവസം പല പ്രാവശ്യം ആയത്തുൽ കുർസി ഓതണമെന്നാണ്. ഒരാൾ ഒരു ദിവസം 7 വട്ടം ആയത്തുൽ കുർസി ഓതണം. ആയത്തുൽ കുർസി ഓതേണ്ട 7 സമയങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് പറയാൻ പോവുകയാണ്. അപ്പോ ആയത്തുൽ കുർസി നമുക്ക് ഓതിയാലോ? ഒന്ന് ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇതാണ് ആയത്തുൽ കുർസി. നമ്മളൊക്കെ സ്ഥിരമായി ഓതുന്നതാണ്. ഒരുപാട് നേട്ടങ്ങൾ ആയത്തുൽ കുർസി ഓതിയാൽ ഉണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. ഇനി ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഒരു ദിവസം 7 പ്രാവശ്യം ഓതണം. 1-ാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അവൻ നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതണം. 5 വഖത്ത് നിസ്കാരം, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശ, സുബ്ഹി, അല്ലെ, 5 വഖത്ത് നമസ്കാരത്തിന് ശേഷവും അവൻ ആയത്തുൽ കുർസി ഓതണം. ഒരാൾ ഒരു ആയത്തുൽ കുർസി നമസ്കാരത്തിന് ശേഷം ഓതിയാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മറ മാത്രമേ ഉള്ളൂ, മരണം എന്ന മറയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ നേരെ സ്വർഗത്തിലാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് അത്രമാത്രം നേട്ടങ്ങളുള്ള ആയത്തുൽ കുർസി ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരു ദിവസം ചുരുങ്ങിയത് 7 വട്ടം ഓതിയിരിക്കണം. അതിൽ ഒരു പ്രാവശ്യം സുബ്ഹി കഴിഞ്ഞ്, പിന്നെ ളുഹർ കഴിഞ്ഞ്, അസർ കഴിഞ്ഞ്, മഗ്രിബ് കഴിഞ്ഞ്, ഇശ കഴിഞ്ഞ്, ഇപ്പൊ എത്രയായി? 5 പ്രാവശ്യമായി, അല്ലെ? 5 പ്രാവശ്യം അവൻ ഒരു ദിവസം ആയത്തുൽ കുർസി ഓതണം. 6-ാമത്തെ പ്രാവശ്യം ഇപ്പൊ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങൂലേ? വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത്, കച്ചവടത്തിനാവട്ടെ, അത് പഠിക്കാൻ വേണ്ടി പോവലാവട്ടെ, എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവലാവട്ടെ, വീട്ടിൽ നിന്നും ഒരു മനുഷ്യൻ ഇറങ്ങുമ്പോൾ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഇറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതിയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അവൻ പോകുന്ന കാര്യം ഖൈറാവുകയും ആ കാര്യം അല്ലാഹു തആല എളുപ്പത്തിലാക്കുകയും അവൻ പോയി മടങ്ങി വരുന്നത് വരെ ആപത്ത് മുസീബത്ത് അവനെ ബാധിക്കില്ല എന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ 6-ാമത്തെ സമയം എപ്പോഴാണ്? വീട്ടിൽ നിന്നും എന്താവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങുന്നു ആ സമയത്ത് ആയത്തുൽ കുർസി ഓതണം. 7-ാമത്തെ സമയം ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി എന്തായാലും നമ്മൾ ഓതിയിരിക്കണം, ഇൻഷാ അല്ലാഹ്, മറക്കരുത്. പിന്നെ നമ്മൾ ഈ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതണം എന്ന് പറഞ്ഞല്ലോ, അത് ഈ സുബ്ഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും
നമ്മൾ ഒരു സ്പെഷ്യൽ 2 ദിക്ർ പറയാറുണ്ട്. അത് നിങ്ങൾ പറയാറുണ്ടോ എന്ന് അറിയില്ല. പറയാറുണ്ടോ? നമ്മൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ എന്ത് പറയണം? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഒരു ദിക്ർ 10 പ്രാവശ്യം പറയണം. അതോടൊപ്പം തന്നെ അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, ഇത് എത്ര പ്രാവശ്യം? 7 വട്ടം പറയണം. അപ്പൊ 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള ദിക്റും 7 വട്ടം അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന ദിക്റും പറയണം. ഏതൊക്കെ നമസ്കാരത്തിന് ശേഷം? സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഉടൻ തന്നെ പറയണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അത് കഴിഞ്ഞ് പിന്നെ ആയത്തുൽ കുർസിയൊക്കെ ഓതുക കേട്ടോ. പിന്നെ ആയത്തുൽ കുർസി നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ ഓതാം. അല്ലെങ്കിൽ ഈ 2 ദിക്റുകൾ സുബഹി നമസ്കാരത്തിനും മഗ്രിബ് നമസ്കാരത്തിനും ശേഷം അത് കഴിഞ്ഞിട്ട് ആയത്തുൽ കുർസി ഓതിയിട്ട് ബാക്കി സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബറിലേക്ക് കടക്കലാണ് നല്ലത് കേട്ടോ. എങ്ങനെ ഓതിയാലും ഒക്കെ പ്രതിഫലമാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ഒരു കാര്യം മറന്നു പോവാൻ പാടില്ല. പിന്നെ ആയത്തുൽ കുർസിന്റെ നേട്ടങ്ങൾ പറയുകയാണെങ്കിൽ അബ്ബേ എത്രയും നേട്ടങ്ങളാണ്. ഇപ്പൊ എത്രയോ ആളുകളാണ്. സ്വഹീഹായ ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ അല്ലെ, നബി തങ്ങൾ ഒരു ദിവസം ഒരു സ്വഹാബിയെ കണ്ടു. ഈ ഒരു പ്രയാസം അനുഭവിക്കുന്ന നിരവധി ചെറുപ്പക്കാരികളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എന്താണ്? വിവാഹപ്രായമെത്തി, 30 വയസ്സ് കഴിഞ്ഞു, 33ആയി, 35ആയി, 37ആയി, കല്യാണം ശരിയായിട്ടില്ല. പലതും പോയി കാണുന്നു, പക്ഷെ ശരിയാകുന്നില്ല. ചിലപ്പോൾ പെണ്ണിനെ ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ ചെറുക്കന് ഇഷ്ടപ്പെടില്ല. ചെറുക്കന് ഇഷ്ടപ്പെടാം, പെണ്ണിന് ഇഷ്ടപ്പെടില്ല. ഇങ്ങനെ പലതും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രയാസത്തിലാണ്. ഇനി കല്യാണം കഴിഞ്ഞാലോ പല പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ. ഇങ്ങനെ ഈ ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ മാറാനും അതുപോലെ തന്നെ കല്യാണം ശരിയാവാനും എല്ലാവിധ ഖൈറും ജീവിതത്തിൽ ഉണ്ടാവാൻ ആയത്തുൽ കുർസി ഒരുപാട് കണ്ടു. ഒറ്റ പ്രാവശ്യം ഒരുപാട് കണ്ടു. ഇതെന്താണ്? ഒരു വല്ലാത്തൊരു പരിചയമാണെന്നാണ്. ആയത്തുൽ കുർസി ഒരു പരിചയമാണ്, ഒരു തടയലാണ്. ഏത് കണ്ണേറാവട്ടെ, ഏത് സിഹറാവട്ടെ, ഇപ്പൊ ഏത് ഉസ്താദിന്റെ അടുക്കൽ, ഏത് ആളുടെ അടുക്കൽ പോയി മന്ത്രിക്കാൻ പോയാലും അവരൊക്കെ ആദ്യമായി അല്ലെങ്കിൽ രണ്ടാമതായി ഓതുന്നത് എന്താ? ആയത്തുൽ കുർസി ആയിരിക്കും. ആയത്തുൽ കുർസിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആയത്തുകളാണ് ഈ ആയത്തുൽ കുർസി. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസമായ ഇന്നും ഇനിയുള്ള ദിവസങ്ങളിലല്ല, ഒരുപാട് കണ്ട് ഓതിയാൽ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ആയത്തുൽ കുർസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയെ കണ്ടു. അലാ തതസവ്വജ്, എന്തായി, കല്യാണം വല്ല ആയോ? അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, വഅന കമാ തഅലമു യാ റസൂലല്ലാഹ്, നബിയെ എന്റെ സ്ഥിതി അറിയാലോ, എനിക്ക് കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല നബിയെ. അങ്ങനെ അയാളെ കണ്ടു, നബി പോയി. പിന്നീടും കണ്ടു. എന്തായി? അലാ തതസവ്വജ്, എന്തായി, കല്യാണം വല്ല ആയോ എന്ന് ചോദിച്ചു. അപ്പോഴും അയാൾ പറഞ്ഞു, നബിയെ കാശൊന്നുമില്ല, പിന്നെന്താണ്, നല്ലൊരു പെണ്ണ് കിട്ടുന്നില്ല എന്നാണ് ആ അർത്ഥത്തിലാണ് പറയുന്നത്. വീണ്ടും മൂന്നാമതും അയാളെ കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എടോ ആയത്തുൽ കുർസി ഓതി തുടങ്ങിയില്ലേ എന്നാ ചോദിച്ചത്. അപ്പൊ ആയത്തുൽ കുർസി ഓതി തുടങ്ങി അദ്ദേഹം ഇങ്ങനെ ഒരുപാട് കണ്ട് ഓതി, അദ്ദേഹത്തിന്റെ കല്യാണം ശരിയായി എന്നൊക്കെ നമുക്ക് ചരിത്രത്തിന്റെ കിതാബിൽ കാണാം. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ ഏത് ഉപദ്രവത്തെ തൊട്ടുള്ള കാവൽ കിട്ടാനും നമ്മുടെ മക്കൾക്കൊക്കെ വലിയ ഖൈറുണ്ടാവാൻ, റാഹത്തുണ്ടാവാൻ ഒക്കെ ഒരുപാട് നേട്ടങ്ങളാണ് ഈ ആയത്തുൽ കുർസി ഓതിയാൽ നമുക്ക് കിട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, അലിയാര് തങ്ങൾ പറയുകയാണ്, യാ അലി സയ്യിദുൽ ബശരി ആദം, മനുഷ്യരുടെ നേതാവ് ആരാണ്? മനുഷ്യരുടെ നേതാവ് അത് ആദം നബി അലൈഹിസ്സലാമാണ്. വസയ്യിദുൽ അറബി മുഹമ്മദുൻ, അറബികളുടെ ലീഡർ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വലാ ഫഖറ, ഞാൻ അഹങ്കാരം പറയുന്നതോ അല്ല കേട്ടോ എന്ന് നബി വീണ്ടും പറയുന്നു. പിന്നെയോ വഅന സയ്യിദു വുൽദി ആദം, അതായത് ആദം സന്തതികളുടെ നേതാവ് ഞാനാണ്. പിന്നെയോ വീണ്ടും നബി തങ്ങൾ പറയുന്നു, വസയ്യിദുൽ കലാമിൽ ഖുർആൻ, അതായത് വചനങ്ങളുടെ നേതാവ്, വാക്കുകളുടെ നേതാവ് അത് ഖുർആനാണ്. വസയ്യിദുൽ ഖുർആനി അൽ ബഖറ, ഖുർആനിന്റെ നേതാവ് ബഖറ സൂറത്താണ്. വസയ്യിദുൽ ബഖറത്തി ആയത്തുൽ കുർസി, ബഖറ സൂറത്തിന്റെ ലീഡർ അത് ആയത്തുൽ കുർസിയാൻ. അള്ളാഹുവിന് 1000-ലധികം ഇസ്മുകളുണ്ട്, 1000-ലധികം പേരുകളുണ്ട്. അള്ളാഹുവിന്റെ പേരുകളിൽ 18ഓളം പേരുകളാണ്, 18ഓളം സ്ഥലങ്ങളിലാണ് ഈ ആയത്തുൽ കുർസി അള്ളാഹുവിന്റെ ഇസ്മുകൾ പരിചയപ്പെടുത്തുന്നത്. ഖുർആനിൽ ഒരായത്തിൽ തന്നെ ഒരുപാട് ഇസ്മുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആയത്തുൽ കുർസിയിലാണെന്നാണ്. പിന്നെ സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ ഭാഗത്തും ഒരുപാട് ഇസ്മുകൾ, അള്ളാഹുവിന്റെ ഇസ്മുകളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആയത്തുൽ കുർസി നിർത്താതെ അങ്ങോട്ട് ഓദിക്കോ. ഒരുപാട് നേട്ടം, ഒരുപാട് നേട്ടം, ഒരുപാട് നേട്ടം. മൻ ഖറഅ ദുബുറ കുല്ല സ്വലാത്തിൻ ആയത്തുൽ കുർസി ലം യംനഉഹു അദ്ദുഖൂലുൽ ജന്ന ഇല്ലാ അയ്യമൂത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസാണ്. അതായത് എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ മരണം മാത്രമാണ് തടസ്സം അവൻ സ്വർഗത്തിൽ കടക്കാൻ. അപ്പോ
ഇൻഷാ അല്ലാ ആയത്തുൽ കുർസി ഓതിക്കുക. ഒരുപാട് കുട്ടികൾക്ക് ഓർമ്മശക്തി കിട്ടാൻ, സ്വഭാവം നന്നാവാൻ, അലസത മാറാൻ, മടി മാറാൻ, കടങ്ങൾ മാറാൻ, രോഗങ്ങൾ ശിഫയാവാൻ, വിഷമങ്ങൾ മാറാൻ, ശത്രുക്കൾ ഉപദ്രവത്തെ തൊട്ടുള്ള കാവൽ കിട്ടാൻ, ദുസ്വപ്നം കാണാതിരിക്കാൻ, ഇതെല്ലാത്തിനും നമുക്ക് എന്ത് പറ്റും? ഈ ആയത്തുൽ കുർസി പറ്റും. ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ 70,000 മലക്കുകൾ അവനിക്ക് കാവൽ നിൽക്കുമെന്നാണ്. പിന്നെ വുദൂഇന് ശേഷം ഒരു മനുഷ്യൻ ഓതിയാൽ 70 ദറജകൾ അല്ലാഹു തആല അവനിക്ക് ഉയർത്തി കൊടുക്കുന്നതാണ്. കണ്ണേർ, സിഹർ, കരുനാക്കിനെ തൊട്ട് രക്ഷപ്പെടാൻ അല്ലാഹു തആല കാവൽ കൊടുക്കും. ഇങ്ങനെ ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത പ്രതിഫലങ്ങൾ ആയത്തുൽ കുർസിയിനുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം ഇൻഷാ അല്ലാഹ് ഒരു ആയത്തുൽ കുർസി ഓതേണ്ട സമയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആയത്തുൽ കുർസിന്റെ നേട്ടം ഒരുപാടാണ്. അല്ലാഹു തആല അത് സ്ഥിരമായി ഓതുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആയത്തുൽ കുർസി ഓതിയിട്ട് ദുആ ചെയ്യുക. ദുആ വേഗത്തിൽ അല്ലാഹു തആല സ്വീകരിക്കുമെന്നാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ ആയത്തുൽ കുർസിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓതാൻ മറക്കണ്ട. അല്ലാഹു തആല ഇത് സ്ഥിരമായി ഓതുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. പിന്നെ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ പല സഹോദരന്മാരൊക്കെ ചോദിക്കാറുണ്ട്. അതിൽപ്പെട്ട ഒരു സംശയമാണ് ഉസ്താദെ, സ്വാഭാവികമായിട്ട് ഇപ്പോൾ എൻ്റെ വീട് ഉൾപ്പെടെ എടുത്തു നോക്കിയാൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഭൂരിഭാഗം ഉമ്മമാരും അവരെങ്ങനെയാണ് നിസ്കരിക്കുന്നത്? അതായത് ജോലിയായിരിക്കും. ജോലി ഇപ്പോൾ ആർക്കയില്ലാത്ത എല്ലാവരും ജോലിയാണ്. വീട്ടുജോലിയൊക്കെ ചെയ്ത് അവസാനം അസർ ബാങ്ക് വിളിക്കുന്നത് 3:30 ഇതിപ്പോ എന്താണ് ഇൻഷാ അല്ലാഹ് മീൻ മുറിച്ചിട്ട് നിസ്കരിക്കാം, അല്ലെങ്കിൽ മീൻ മുറിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കാമെന്ന് കരുതും. പക്ഷെ മീൻ മുറിച്ചിട്ട് ഇപ്പൊ ഇനി കുറച്ചും കൂടെ സമയമുണ്ടല്ലോ, അലക്കാനും കൂടി ഇട്ടിട്ട് നിസ്കരിക്കാം. അലക്കാനിട്ടു, അപ്പോഴാണ് അപ്പുറത്തുനിന്ന് വിരുന്നുകാർ വന്നത്. പിന്നെ അവരോട് സംസാരിച്ചു, ഇവര് പോയിട്ട് നിസ്കരിക്കാം. പിന്നെ ഏതായാലും ഇത്രയും നല്ല വിശപ്പുണ്ട്, ചോറ് കഴിച്ചിട്ട് നിസ്കരിക്കാം. അവസാനം അങ്ങനെ പിന്തിച്ച് ദുഹർ നമസ്കാരം, അതായത് 12:30 ബാങ്ക് വിളിച്ചതല്ല, 12:30 നിസ്കരിക്കേണ്ട ളുഹർ നിസ്കാരം പിന്നെ ഓരോ കാരണങ്ങൾ വന്ന് എത്രയായി? 3:30 അസർ ബാങ്ക് വിളിക്കും, 3:25 അപ്പോഴാണ് ഓടിപ്പിടച്ചു പോയി എങ്ങനെയൊക്കെയോ വുളു എടുത്തിട്ട് വന്ന് കൈ കെട്ടും, അല്ലെങ്കിൽ കള്ളായി പോകൂലേ, അതുകൊണ്ട് കൈ കെട്ടി അല്ലാഹു അക്ബർ. എന്താ നീയത്ത് വെച്ചെന്താ? 4 റക്അത്ത് ളുഹർ നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി അതാ ആയി നിസ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൈ കെട്ടി ഫാത്തിഹ ഓതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലെങ്കിൽ അർറഹ്മാൻ റഹീം എത്തിയപ്പോൾ അതാ അസർ ബാങ്ക് വിളിക്കുന്നു. ഉസ്താദെ ഞങ്ങൾ എന്ത് ചെയ്യും? കൈ അഴിക്കണോ? കൈ അഴിച്ചിട്ട് ബാങ്കിന് ഇജാബത്ത് കൊടുക്കണോ, മറുപടി കൊടുക്കണോ? ഞങ്ങൾ നിസ്കരിച്ചു അങ്ങോട്ട് പോവണോ? നിസ്കാരം ഖളാ ആയോ? പല സംശയങ്ങളാണ്. പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈകെട്ടി. ഒന്നാമത് എൻ്റെ ഉമ്മമാരെ, നമ്മളിങ്ങനെ ഈ അറ്റത്ത് സമയത്തെ കൊണ്ടുപോയി നിസ്കരിക്കാൻ നിൽക്കരുത്. നിങ്ങൾ എപ്പോഴാണോ ബാങ്ക് വിളിക്കുക അപ്പം തന്നെ അങ്ങോട്ട് നിസ്കരിച്ചേക്കാം. പിന്നെ ആ ഒരു ടെൻഷൻ ഇല്ല, അപ്പം തന്നെ നിസ്കരിച്ച. ഇപ്പോൾ എത്രയോ ആളുകൾ പറയും നിസ്കരിച്ചിട്ടില്ല അതിങ്ങനെ പറഞ്ഞു. അത് നമുക്കൊരു പറയാ, അത് നല്ല ആളുകൾക്കാണ് കേട്ടോ. ഈ തീരെ നിസ്കരിക്കാത്തവർക്ക് പിന്നെ എന്തിട്ട് ബാങ്ക് വിളിച്ചാൽ എന്ത്, ബാങ്ക് വിളിച്ചില്ലെങ്കിൽ എന്ത്, നിസ്കരിച്ചാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്, അവർക്ക് ഒരു ടെൻഷനും ഇല്ല. പക്ഷെ ഈ അല്പമെങ്കിലും ഒരു ഈമാനുള്ള മനുഷ്യനാണെങ്കിൽ നിസ്കരിച്ചില്ലല്ലോ ആ ഒരു ചിന്ത ഇങ്ങനെ വന്ന് വലിയൊരു ബേജാറിലാവും. അതാവാതിരിക്കാൻ ബാങ്ക് വിളിച്ച് അങ്ങോട്ട് നിസ്കരിച്ചേക്കാം. അപ്പൊ തന്നെ വലിയ റാഹത്താണ്. പിന്നെ നമുക്ക് എന്താണ് ധൈര്യത്തോടു കൂടി നടക്കാം. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മളിപ്പോ ളുഹർ നമസ്കാരത്തിന് വേണ്ടി കൈകെട്ടി, അല്ലാഹു അക്ബർ, വളരെ താമസിച്ചു പോയി നമ്മൾ കൈകെട്ടി. അങ്ങനെ ഫാത്തിഹ ഓതി തീരുന്നതിന് മുമ്പ് തന്നെ എന്തായി? അസർ ബാങ്ക് വിളിച്ചു. എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാനില്ല, അങ്ങോട്ട് നിസ്കരിച്ചേക്കാം. ബാങ്ക് അവിടെ വിളിച്ചോട്ടെ, നമ്മൾ എന്ത് ചെയ്യുക? ഫാത്തിഹ ഓതി പൂർത്തിയാക്കുക, പിന്നെ സൂറത്ത് എന്തെങ്കിലും ഓതുക, പിന്നെ റുക്കൂ ചെയ്യുക, ഇത്തിദാൽ ചെയ്യുക, പിന്നെ 1 റക്അത്ത് കഴിഞ്ഞ് 2 റക്അത്ത് 4 റക്അത്ത് വരെ എന്ത് ചെയ്യാം? സലാം വിട്ടുക. അതല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം എന്താണ്? നമുക്കവിടെ നിസ്കാരം അസർ ബാങ്ക് വിളിച്ചല്ലോ എന്ന് പറഞ്ഞ് കൈ അഴിക്കേണ്ട കാര്യമില്ല, അങ്ങോട്ട് നിസ്കരിച്ചേക്കുക. പക്ഷെ എന്തായി പോയി? ഒരു ഫാത്തിഹ ഓതി തീരുന്നതിന് മുമ്പ് എന്തായി? ബാങ്ക് വിളിച്ചു. അതുകൊണ്ട് എന്തായി? ഖളാ ആയിപ്പോയി. അതിന്റെ ഉത്തരം നമ്മൾ അള്ളാഹിനോട് പറയേണ്ടി വരും. കാരണം നമ്മൾ മനഃപൂർവ്വം അങ്ങോട്ട് ആക്കിച്ചതാണ്, അല്ലെ? മനഃപൂർവ്വം നമ്മൾ പിന്തിച്ച് അങ്ങോട്ട് ആക്കിച്ചതാണ്. നേരത്തെ നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നു, നമുക്ക് പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ആ അറ്റത്ത് കൊണ്ടുപോയിട്ട് നിസ്കരിക്കാൻ നിൽക്കരുത്, നേരത്തെ തന്നെ നിസ്കരിച്ചേക്കുക. ഇനിയിപ്പോ നിസ്കരിക്കുന്നതിനിടയിൽ ഇപ്പോൾ ഒരാള് കൈകെട്ടി, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ളുഹർ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി. അയാൾ എന്ത് ചെയ്തു? ഫാത്തിഹ ഓതി, ഒരു ചെറിയ സൂറത്ത് ഓതി, റുക്കൂ ചെയ്തു, റുക്കൂയിൽ നിന്ന് ഉയർന്നു. ആ സമയത്തോ അല്ലെങ്കിൽ ഇഅ്തിദാലിലേക്ക് പോകുമ്പോഴോ, റുക്കൂയിൽ നിന്ന് ഉയർന്നു, ഇഅ്തിദാലിൽ നിൽക്കുകയോ അല്ലെങ്കിൽ സുജൂദിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ സുജൂദിൽ വെച്ചോ, അതായത് 1 റക്അത്ത് കഴിഞ്ഞിട്ടാണ് അസർ ബാങ്ക് വിളിക്കുന്നതെങ്കിൽ പിന്നെ പേടിക്കാനില്ല. കാരണം എന്താണ്? ളുഹർ നമസ്കാരം നമുക്ക് കിട്ടി, കുഴപ്പമില്ല, നമുക്ക് അദാ ആയി തന്നെ നിസ്കരിക്കാൻ പറ്റും. അദാ ആയ പ്രതിഫലമാണ്, ഖളാ ആക്കിയ ശിക്ഷ കിട്ടൂല. ഇനി നമ്മൾ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ തന്നെ ഈ അസർ ബാങ്ക് വിളിച്ചാൽ അവിടെ എന്തായി? ഖളാ ആയിപ്പോയി. ഖളാ ആയിപ്പോയെന്ന് പറഞ്ഞ് പിന്നെ നിസ്കരിക്കാതിരിക്കരുത്, പിന്നെ കൈ അഴിക്കേണ്ട കാര്യമില്ല, പിന്നെ അങ്ങോട്ട് നിസ്കരിച്ചേക്കാം. പിന്നെ അല്ലാഹു തആല പുറത്തു തരും എന്ന നല്ലൊരു നിയത്ത് ഉണ്ടാവുക. പിന്നെ പഠിച്ചോനെ അറിയാതെ പറ്റിപ്പോയതാണെന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഇസ്തിഗ്ഫാർ അങ്ങോട്ട് പറയുക.
അപ്പോൾ പരമാവധി എന്ത് ചെയ്യുക, നേരത്തെ തന്നെ നിസ്കരിക്കാൻ എൻ്റെ ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ സമയത്ത് തന്നെ കൊണ്ടുപോയിട്ട് ജാമാക്കുന്ന ഒരു പരിപാടി ചെയ്യാതിരിക്കുക. പലർക്കുമുള്ള ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു അബദ്ധമാണ്. പലരും തെറ്റിദ്ധരിച്ചു ഇപ്പം നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്ക് വിളിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറയും. പിന്നെ ഈ നമ്മൾ നിയ്യത്തിൽ അദാ അല്ലെങ്കിൽ കലാ ആയി അല്ലെങ്കിൽ അദാ ആയി എന്ന് പറയൽ സുന്നത്താണ്. അതിപ്പോൾ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അതല്ലല്ലോ, നമ്മളിപ്പോൾ കൈ കെട്ടി നിസ്കരിക്കുമ്പോൾ ഏതായാലും അദാ ആയിട്ട് തന്നെ നമുക്ക് കിട്ടണമല്ലോ. കലാ ആയി പോയാൽ നമുക്കതൊരു സങ്കടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ളുഹർ ബാങ്ക് വിളിച്ച ഉടൻ തന്നെ അങ്ങോട്ട് നിസ്കരിച്ചേക്കുക, അല്ലെങ്കിൽ അസർ ബാങ്ക് വിളിച്ച ഉടൻ തന്നെ നിസ്കരിച്ചേക്കുക. ഈ ളുഹർ നിസ്കാരം അസറിന്റെ അറ്റത്ത് കൊണ്ടുപോയി നിസ്കരിക്കുമ്പോഴാണ് പ്രശ്നം, അല്ലെങ്കിൽ മഗ്രിബിന്റെ അറ്റത്ത് കൊണ്ടുപോയി നിസ്കരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ നേരത്തെ അങ്ങോട്ട് റാഹത്തായി നിസ്കരിച്ചാൽ ഏറ്റവും ഖൈറാണ്. ഒരുപാട് സംശയങ്ങൾ ഇതുപോലെ ഉണ്ടാകും. അപ്പോൾ അത് ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറ്റുന്നതുപോലെ പറയാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിസ്കാരമൊക്കെ കൃത്യമായി നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു താല ഹാസിലാക്കി തരട്ടെ. ഈ മാസം എല്ലാവിധ ഖൈറിന്റെ സലാമത്തിന്റെ നന്മയുടെ മാസമാക്കി അള്ളാഹു താല ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.